വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച അടിയന്തര യോഗം തുടങ്ങി. വ്യവസായ മന്ത്രി പി രാജീവിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം വിളിച്ചത്. പാതാളം ബണ്ട് തുറന്നതാകാം മീനുകളുടെ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പെരിയാറിൽ ആലുവയ്ക്ക് സമീപം എടയാർ വരാപ്പുഴ കോതാട് മേഖലയിലാണ് ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. വിനീത വിജിക്കൊപ്പം ഇപ്പോൾ ജില്ലാ കളക്ടറും ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിനീത, ജില്ലാ കളക്ടർ എന്താണ് പറയുന്നത്? ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത്? തുടർ നടപടികൾ എങ്ങനെയായിരിക്കും വിനീത? ടി കെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ യോഗം അതിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ ആ യോഗത്തിലെ നടപടികൾ അത് ഏത് രീതിയിലാണ് എടുത്തെന്നുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. സർ, ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്, ഒരു ഷോക്കിംഗ് സംഭവമായിരുന്നു അത്. ഇപ്പൊ അതിന്റെ യോഗം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും? അടിയന്തരമായിട്ട് ഇത് രാവിലെ ശ്രദ്ധയിൽ വന്ന ഉടനെ അവിടെ ഫിഷറീസ് DDയും അതേപോലെ DMO PCB എല്ലാവരും സൈറ്റ് വിസിറ്റ് നടത്തിപ്പിച്ചിട്ട് വൈകിട്ട് നാളേക്ക് ഇപ്പോൾ മീറ്റിംഗ് കൂടിയ ഉടനെയാണ് ഈ ബൈറ്റ് തരുന്നത്. ഇതിൽ 2-3 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, ഇതിന്റെ കോസ് എന്ന് പറയുമ്പോൾ അത് പ്രാഥമികമായിട്ട് നമ്മൾ ഈ ചർച്ചയിൽ ഇറിഗേഷനോടും PCBയോടും സംസാരിച്ചപ്പോൾ ഇത് 2 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന്, അവിടെ പാതാളം ബണ്ട് ഈ മഴ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ റെഗുലേറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ മുകളിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറവാണ്. ആ വെള്ളം താഴെ എത്തിയപ്പോൾ അവിടെ ഫ്രഷ് വാട്ടറും സെലൈൻ വാട്ടറും മിക്സ് ചെയ്തപ്പോൾ അതൊരു കാരണമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ, അവിടെ ഇൻഡസ്ട്രീസ്, അവിടെ ഈ ഏലൂർ എടയാർ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ള ഇൻഡസ്ട്രീസുടെ എഫ്ലുവൻസ് എന്തെങ്കിലും ഔട്ട്ഫ്ലോ ആയിട്ടുണ്ടോന്ന് ഒരു പരിശോധന, അവിടെ PCBയുടെ സർവിലൻസ് ക്യാമറാസ് ഉണ്ട്. അതിന് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പരിശോധിച്ചിട്ട്. PCB ഇപ്പോൾ കുടിവെള്ളത്തിന്റെ ഫിഷിയുടെ സാമ്പിൾസ് എല്ലാം എടുത്ത് കുഫോസിന് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഒരാഴ്ചയിൽ വരും. മെയിനായിട്ട് പല ഫിഷർമെനുടെ അവരുടെ കൂട്ടുകൃഷിയെല്ലാം ചെയ്തു വന്നത് ചേരാനല്ലൂർ ഭാഗത്ത് വാറാപ്പുഴ അവരുടെ വലിയ ലോസാണ്, ലക്ഷക്കണക്ക് രൂപയാണ് ലോസ് ആയിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് നമുക്ക് ലോസ് അസസ്മെന്റ് DD ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ഡേയ്സിൽ തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്ര ഒരു ഗുരുതരമായ ഒരു ഇൻസിഡന്റ്, മാസ് ഫിഷ് കില്ലിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ നമ്മുടെ സബ് കളക്ടർ ഫോർട്ട് കൊച്ചി വെച്ചിട്ട് ഒരു കമ്മിറ്റി തന്നെ സ്ഥലം സന്ദർശിച്ച് PCB, ഇറിഗേഷൻ, ഇൻഡസ്ട്രീസ്, വാട്ടർ അതോറിറ്റി, ഹെൽത്ത് എല്ലാവരെയും വെച്ച് ഒരു സംയുക്ത കമ്മിറ്റി ഇപ്പോൾ ഈ മീറ്റിംഗിൽ തീരുമാനമായിട്ട് ഫോം ചെയ്ത് ഉടനെ സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണം എന്നാണ് ഈ മീറ്റിംഗിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് PCBക്കാണോ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? ഈ വ്യവസായ മേഖലകളിൽ നിന്നുള്ള രാസമാലിന്യമാണോ എത്തിയതെന്ന് പരിശോധിക്കുന്നത്? PCB ഓൾറെഡി അതിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സർവിലൻസ് ക്യാമറാസുടെ ഫുട്ടേജും പരിശോധിച്ച് വരുന്നു. നമുക്ക് സബ് കളക്ടറുടെ ഈ ഒരു സംയുക്ത പരിശോധനയിൽ നമുക്ക് ഫർദർ ഫൈൻഡിങ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. PCB എവിടെയെങ്കിലും എഫ്ലുവൻസ് എവിടെയെങ്കിലും റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട ഫാക്ടറീസ് ഉടനെ തന്നെ നോട്ടീസ് കൊടുക്കുന്ന നടപടി എടുക്കും. എനിക്ക് റിപ്പോർട്ട് തരും. ബണ്ട് തുറന്നതുകൂടി ഇതിനൊരു കാരണമാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണോ? നമുക്ക് കൺഫർമേഷൻ എന്തെങ്കിലും ഇല്ല. അതൊരു യൂഷ്വലി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ അതുകൊണ്ട് ഇത്ര ഫിഷുടെ ഒരു ഡെത്ത് ഉള്ളത് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പുറമെ ഈ രാസമാലിന്യം ഈ ഫാക്ടറികളിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ബിക്കോസ് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ആയതുകൊണ്ട് ആ പരിശോധനയും തീർച്ചയായിട്ടും വേണം. ഒപ്പം തന്നെ സർ സൂചിപ്പിച്ചതുപോലെ ഈ കൃഷിയൊക്കെ നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്, അവർക്ക് വലിയ രീതിയിലേക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാകും? ഇല്ല, അസസ്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഫിഷറീസ് ഡയറക്ടർക്ക് സർക്കാരിലേക്ക് എഴുതാം. എന്തായാലും ഈ സംയുക്ത പരിശോധന ഒന്ന് നടത്തിയിട്ട് നമുക്ക് തുടർ നടപടി അർജന്റായിട്ട് സ്വീകരിക്കാം. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. PCB ഉൾപ്പെടെ ഇപ്പോൾ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. PCB ആവട്ടെ, ഫിഷറീസ് ആവട്ടെ, പിന്നെ സബ് കളക്ടറുടെ സംയുക്ത കമ്മിറ്റിയും സ്ഥലം സന്ദർശിക്കും. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം യോഗം അവസാനിച്ചിരിക്കുകയാണ്. PCB ഒപ്പം തന്നെ ഫിഷറീസ് എന്നിവരിലൊക്കെ അദ്ദേഹം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ റിപ്പോർട്ട് നൽകണമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞൊരു ആശങ്ക അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളമാണ്. അവരുടെ ഈ കൂടുകൃഷി ഉൾപ്പെടെയുള്ളവ അത് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ് നടത്തുകയും അവർക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ള തരത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നൊരു ഘട്ടമുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കളക്ടർ പറയുന്നത്. വിവരങ്ങൾ നൽകുക. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവം വിലയിരുത്താൻ ചേർന്ന യോഗം, അടിയന്തര യോഗം, അത് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം കളക്ടർ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു 24നോട്. എന്താണ് ഇതിന്റെ കാരണം എന്നത് സംബന്ധിച്ച് മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പരിശോധിക്കും. ഒപ്പം തന്നെ ഈ മീൻ കർഷകർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. അവരുടെ കാര്യം, അവർക്ക് നഷ്ടപരിഹാരം അടക്കം നൽകുന്ന കാര്യത്തിൽ ഏത് തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. വിനീത VG കളക്ടർക്കൊപ്പം വിവരങ്ങൾ നൽകുകയായിരുന്നു.